നമസ്കാരം, ഞാൻ ആര്യ സുരേന്ദ്രൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. മദനി കേരളത്തിൽ. സുപ്രീം കോടതിയുടെ കനിവിൽ അബ്ദുൽ നാസർ മദനി കേരളത്തിൽ. ബംഗളൂരുവിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ മദനി സന്ധ്യയോടെ കരുനാഗപ്പള്ളി അൻവാർശ്ശേരിയിലെത്തും. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും അമ്മയെ കാണുന്നതിനുമായി കേരളത്തിൽ തങ്ങാൻ സുപ്രീം കോടതി മദനിക്ക് നൽകിയ സമയം ഈ മാസം 19 വരെ. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും 5 സഹായികൾക്കുമൊപ്പം മദനി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത് PDP പ്രവർത്തകരുടെ ആവേശത്തിലേക്ക്. കോടതിക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും അഭിഭാഷകർക്കും നന്ദി പറഞ്ഞ മദനിയെ സ്വീകരിക്കാനൊരുങ്ങി അൻവാർശ്ശേരി. അബ്ദുൽ നാസർ മദനിയുടെ മൂത്ത പുത്രൻ ഉമർ മുക്തറിന്റെ വിവാഹം ബുധനാഴ്ച രാവിലെ തലശ്ശേരി ടൗൺ ഹാളിൽ. മകന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന മദനി വെള്ളിയാഴ്ച വൈകിട്ട് കൊല്ലത്ത് നടക്കുന്ന വിവാഹ വിരുന്നിലും സംബന്ധിക്കും. കണക്കുകൂട്ടിയ കരുനീക്കം. തലസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ CPM-നും സർക്കാരിനും എതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. RSS പ്രവർത്തകൻ രാജേഷിനെ കൊലപ്പെടുത്തിയത് ശത്രുരാജ്യത്തെ സൈനികർ പോലും മടിക്കുന്നത്ര നിഷ്ഠൂരമായി. അക്രമങ്ങൾ ആവർത്തിക്കുമ്പോൾ സർക്കാർ നോക്കി നിൽക്കുന്നുവെന്നും ജെയ്റ്റ്ലിയുടെ വിമർശനം. സംസ്ഥാനത്തെ അക്രമങ്ങൾക്ക് പിന്നിൽ ഭരണകക്ഷിയെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി. സർക്കാർ നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ നയം. ഈ നയം അനുസരിക്കാത്തവരെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമമെന്നും തിരുവനന്തപുരത്ത് രാജേഷ് അനുസ്മരണത്തിൽ അരുൺ ജെയ്റ്റ്ലി. അതേസമയം അക്രമ രാഷ്ട്രീയ വിഷയത്തിൽ BJP നടത്തുന്ന പ്രചരണങ്ങളെ ചെറുക്കാൻ കച്ചമുറുക്കി CPM. BJP ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെ അണിനിരത്തി രാജ്ഭവന് മുന്നിൽ പാർട്ടിയുടെ സത്യാഗ്രഹം. മെഡിക്കൽ കോഴ അഴിമതി മൂടിവെക്കാനാണ് ദേശീയ നേതാക്കളെ ഇറക്കിയുള്ള BJP ശ്രമമെന്ന് കോടിയേരി. വിടാതെ തുടരുന്ന വിവാദം. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശത്തിൽ മുൻ പോലീസ് മേധാവി TP സെൻകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ച സെൻകുമാറിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. കേസിൽ മുൻ DGP സൈബർ സെല്ലിന് മുൻപാകെ ഹാജരായത് ജൂലൈ 29-ന്. കുരുക്കിടാൻ കുറ്റപത്രം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങവേ ജാമ്യാപേക്ഷയുമായി നടൻ നാളെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ദിലീപിനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തിയുള്ള കുറ്റപത്രം ഗൂഢാലോചന കേസിലെ തെളിവ് ശേഖരണം ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിൽ. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ നിർണായകമായ സാഹചര്യ തെളിവുകൾ ശേഖരിക്കുന്ന ജോലി അന്തിമഘട്ടത്തിലെന്ന് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി നാദിർഷയുടെയും അപ്പുണ്ണിയുടെയും മൊഴികൾ വീണ്ടും ശേഖരിക്കും. സുപ്രധാന തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന പ്രതികളുടെ മൊഴി വിശ്വസിക്കാതെ പോലീസ്. ചൈന വെടിമുഴക്കുമ്പോൾ. സിക്കിം അതിർത്തിയിലെ തർക്കപ്രദേശമായ ദോക്ലാമിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്കൊരുങ്ങി ചൈന. ദോക്ലാമിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ 2 ആഴ്ചയ്ക്കകം ചൈന നടപടി തുടങ്ങുമെന്ന് റിപ്പോർട്ട്. ആശങ്ക പടർത്തുന്ന വാർത്ത പുറത്തുവിട്ട് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ്. അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കാൻ തങ്ങൾ അങ്ങേയറ്റം ശ്രമിച്ചെന്നും സംയമനത്തിന് അതിരുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും ചൈനയും ഭൂട്ടാനും അതിർത്തി പങ്കിടുന്ന ദോക്ലാമിലെ സംഘർഷങ്ങൾക്ക് തുടക്കം ഈ മേഖലയിൽ ചൈനയുടെ പുതിയ റോഡ് നിർമ്മാണത്തോടെ. പ്രശ്നപരിഹാരത്തിന് സംഘർഷമല്ല, നയതന്ത്ര ശ്രമമാണ് ആവശ്യമെന്ന നിലപാടിൽ ഇന്ത്യ. ബൈ ബൈ ബോൾട്ട്. വേഗതയുടെ ട്രാക്കിൽ നിന്ന് ബോൾട്ടിന് പരാജയത്തോടെ മടക്കം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജമൈക്കൻ ഇതിഹാസ താരം ഉസൈൻ ബോൾട്ടിന് വിടവാങ്ങൽ മത്സരം നൽകിയത് വെങ്കലം മാത്രം. 100 മീറ്ററിൽ ബോൾട്ടിനെ മുട്ടുകുത്തിച്ച അമേരിക്കൻ താരം ജസ്റ്റിൻ ഗാഡ്ലിൻ ചരിത്രം എഴുതിയത് 9.92 സെക്കൻഡിൽ. ബോൾട്ടിന് ലോകത്തിന്റെ ബൈ ബൈ. അപരാജിതനായ വേഗരാജാവിനെയും ആരാധകരെയും ഞെട്ടിച്ച മത്സരത്തിൽ സ്വർണം കൈവിട്ട ബോൾട്ടിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയത് അമേരിക്കൻ താരം തന്നെയായ ക്രിസ്റ്റ്യൻ കോൾമാൻ കുറിച്ച 9.94 സെക്കൻഡിനും പിന്നിൽ ബോൾട്ട് ഓട്ടം പൂർത്തിയാക്കിയത് 9.95 സെക്കൻഡ് സമയത്തിൽ. ബോൾട്ടിന് ബാക്കിയുള്ളത് 4x100-ലെ റിലേ മത്സരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.